ഇപ്പോൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കെ ജി സൈമൺ നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, ഇപ്പോൾ ഈ ഒരു വളരെയധികം ദുരൂഹതയിലേക്ക് പോയ ഒരു കേസാണ് ഇപ്പോൾ അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഏതാണ്ട് സമാധിയിലായി എന്നൊരു വാർത്തയിൽ നമ്മൾ അറിഞ്ഞ ആ ഒരു മരണം, അത് കൊലപാതകമാണോ, മരണമാണോ, സ്വാഭാവിക മരണമാണോ, അങ്ങനെ തുടങ്ങി പല സംശയങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിലൂടെ ഇന്ന് ഏതാണ്ട് തീരുമാനമാകുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഈ ഒരു കേസിൻ്റെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ചും മറ്റും സാറിൻ്റെ അനുഭവ പരിചയത്തിൽ എന്താണ് സാറിന് പറയുവാനുള്ളത്? അല്ല, ഇത് കേൾക്കാമോ? പറയുന്നത് കേൾക്കാമോ? തീർച്ചയായിട്ടും സാർ, തുടർന്നോളൂ. ഇത് ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത്, ഇത് നിയമത്തിന് വിധേയരാണ് എല്ലാവരും. അതുകൊണ്ട് നിയമത്തിന് അതീതരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പോലീസും സിവിൽ, അതായത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റെല്ലാം ചെയ്ത കാര്യം വളരെ നല്ല കാര്യമാണ്. ഡിലേ ആയിട്ടുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പ്രസക്തി ഇല്ല. എപ്പോഴും കഴിഞ്ഞല്ലോ. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ്. പോസ്റ്റ്മോർട്ടം ഇതിപ്പം മെഡിക്കൽ കോളേജിലായിരുന്നാണ് പറയുന്നത്, അല്ലേ? മെഡിക്കൽ കോളേജിലാണ്. അതെ, മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ അതിന്റെ ഏകദേശം ഒരു കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്നാൽ പോലും ബാക്കിയുള്ള സാഹചര്യ തെളിവുകൾ അത് വളരെ പ്രധാനപ്പെട്ടാണ്. പോസ്റ്റ്മോർട്ടം മാത്രമല്ല, സാഹചര്യ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടാണ്. അതെല്ലാം അന്വേഷിച്ച് വരുമ്പോൾ മാത്രമേ ഈ കേസിന്റെ പൂർണ്ണമായിട്ട് രൂപം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ധാരാളം അലിഗേഷൻസ് പറയുന്നുണ്ട്. കുടുംബം ധാരാളം അലിഗേഷൻ മറ്റുള്ളവരെ പറ്റി പറയുന്നുണ്ട്. മറ്റുള്ള ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി സമഗ്രമായ അന്വേഷണമാണ്. സമഗ്രം വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ അന്വേഷണമല്ല വേണ്ട, ഏറ്റവും ശക്തമായിട്ട് അന്വേഷണം വേണം. അവർ സ്റ്റേറ്റ്മെന്റിലെടുത്ത് ഡിസ്കസ് ചെയ്ത് അതിന്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം വേണം. അത് പോലീസ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ അകത്ത് യാതൊരു മടിയും പോലീസ് കാണിക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ അടുത്ത് വരാൻ പോകുന്ന ഒരു കാര്യം. സാർ, ഈ ഒരു കേസിൽ കുടുംബം ഇതിനെതിരെ ആദ്യം തന്നെ വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയായിരുന്നു. അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലൊക്കെയായിരുന്നു അവർ ആദ്യം തന്നെ ഇതിനെ നേരിട്ടിരുന്നത്. പിന്നീട് ഒരു കോടതിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള എതിർപ്പിന് സ്ഥാനമില്ല. അവർ ആ ഒരു സാഹചര്യത്തിലൂടെ സമരസപ്പെട്ടത് കോടതിയുടെ നിരീക്ഷണങ്ങളും കോടതിയുടെ ചോദ്യങ്ങളും പുറത്തു വന്നപ്പോഴാണ്. അതായത് മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് മുതലുള്ള വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് കോടതി കുടുംബത്തോട് ചോദിച്ചത്. ഈ ഒരു കേസിൽ കോടതിയുടെ ആ ഒരു ഇടപെടലിനെ എത്രത്തോളം ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് സഹായിച്ചിട്ടുണ്ട്? ആ ഒരു ഇടപെടലിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അത് എല്ലാവർക്കും അറിയാം. കോടതി പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും കോടതി സമ്മതിക്കത്തില്ല. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ സാമാന്യമായിട്ടുള്ള വിവരമുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഒരാൾ മരിക്കുകയാണെങ്കിൽ അടുത്തുള്ള പഞ്ചായത്തിലോ അടുത്തുള്ള മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനോ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പല കേസുകളും ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു നിയമമാണ് അത്. അതുപോലെ തന്നെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള പഞ്ചായത്തിലും അതുപോലെ തന്നെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാരേജ് ഇപ്പം ആയിട്ടുണ്ട്. എന്ത് പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവരൊക്കെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ടാകും. പക്ഷെ അവരെല്ലാരും പറയുന്നത് നിയമത്തിന് വിധേയമായിട്ട് ഞങ്ങൾ പോകും എന്നാണ് പിന്നീട് ഞാൻ കേട്ടത്. അപ്പൊ ഇവർക്ക് വേണമെങ്കിൽ അന്ന് ഈ സമാധി ഇരിക്കുന്ന സമയത്തോ എന്തെങ്കിലും അവർ ഈ പറയുന്ന ആൾക്കാരൊക്കെ വിളിച്ച്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ അവിടുത്തെ കൗൺസിലൊക്കെ വിളിച്ച് പറഞ്ഞതിന് ശേഷം സമാധി ഇരുന്നതിന് ശേഷം മറ്റുള്ള ചടങ്ങുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം ആരും കാണരുതെന്നാണ് പറയുന്നത്. അപ്പൊ കാണാതെ ആൾക്കാർ ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, പല സ്ഥലത്തിലും കാണാതെ തന്നെ മൂടിക്കൊണ്ടാണ് പല ആൾക്കാരെയും ഇപ്പൊ വെച്ചിരിക്കുന്നത്. ഡെഡ് ബോഡി നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് എന്തൊരു പരിഹാരമുണ്ടല്ലോ. അപ്പൊ ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ഈ അന്വേഷണത്തിൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പം കുടുംബം ഇങ്ങനെ പറയുന്നുണ്ട് തന്നെയും അത് കുടുംബത്തിന്റെ വിശ്വാസമാണ്. അതിനാരും ചോദ്യം ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യാൻ പറ്റത്തുമില്ല. ഒരു കുടുംബത്തിന് ഓരോ വിശ്വാസം ഉണ്ടാവും. പക്ഷെ നിയമത്തിന് വിധേയമായിട്ട് തന്നെ എല്ലാവരും പോകണം. നിയമത്തിന് വിധേയമായിട്ട് പോകാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ കോടതി പോയപ്പോൾ തന്നെ അന്നേരം എല്ലാവർക്കും അറിയാം കോടതി ഇതാ പറയുമെന്ന് അറിയാം. ബഹുമാനപ്പെട്ട കോടതിക്ക് ഇതാ പറയാൻ പറ്റുകയുള്ളൂ. അത് എല്ലാവർക്കും അറിയാം. അത് വളരെ നല്ലൊരു മൂവ് ആയി പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും സാർ, വളരെയധികം നന്ദി.